ശ്രീ CR നീലകണ്ഠൻ, അതാണ് ഒരു അസുഖം വന്നാൽ ഉടനെ തന്നെ ആ ഭാഗം മുറിച്ചു കളയുകയല്ലോ എന്നൊരു യുക്തിയുണ്ട് മുന്നിൽ. എന്തായാലും ഇന്നലെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിന്റെ കോടാലിക്കൈയായി മാറി എന്നുള്ളതാണ്. ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല, കാരണം പാർട്ടി അംഗവുമല്ല. പക്ഷേ ആരാണ് PV അൻവറിനെ എടുത്തുയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നടന്നത്? ആരാണ് വിജയിപ്പിച്ചത്? ആണൊരുത്തൻ എന്ന തരത്തിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ഇടത് വിപ്ലവകാരികൾ ഊറ്റം കൊണ്ടതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് താങ്കൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ ഉടനെ അത് മുറിച്ചു മാറ്റുകയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്ന യുക്തിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് ശ്രീ CR നീലകണ്ഠൻ? എനിക്ക് വളരെ തമാശയാണ് തോന്നുന്നത്. കാരണം PV അൻവർ എത്രത്തോളം നിയമലംഘനം ചെയ്തിട്ടുണ്ട് എന്ന് വളരെ മുമ്പേ തന്നെ 3 ഹൈക്കോടതി വിധികൾ അയാളുടെ തടയണ പൊളിച്ചു കളയാനുണ്ട്. ആ തടയണ അല്ലെങ്കിൽ പാർക്ക് അദ്ദേഹം ഭൂമി കയ്യേറിയതായി റവന്യൂ റെക്കോർഡ്സുകളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ എടുക്കാതിരുന്ന എന്തുകൊണ്ട്? മലപ്പുറം ജില്ലാ കളക്ടർ എത്ര പ്രാവശ്യം അവിടെ ചെന്നു? ഞാനിത് പറയാൻ കാരണം ഞാനിതിലൊരു ചെറിയ രക്തസാക്ഷിയാണ്. ഇദ്ദേഹത്തിന്റെ തടയണ ഹൈക്കോടതി നിയമം ലംഘിച്ച് ഹൈക്കോടതി പൊളിക്കാൻ പറഞ്ഞ തടയണ അവിടെ നിർത്തുന്നതിനെതിരെ ഞാനും ബഹുമാന്യനായ കാരശ്ശേരി മാഷും അജിത് ചേച്ചിയും അടക്കം ഞങ്ങൾ അവിടെ പോയതാണ്. ഞങ്ങളെ മർദ്ദിക്കുക മാത്രമല്ല, ഇയാൾ ഗുണ്ടകളെ വിട്ട് മർദ്ദിക്കുക മാത്രമല്ല, എനിക്കെതിരെ അടക്കം കാരശ്ശേരി മാഷെ പോലെ വലിയൊരു മനുഷ്യനെതിരെ അടക്കം എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. അൻവർ പേര് വെച്ച് എന്റേതല്ലാത്തൊരു വീട് കാണിച്ച് ഇത് കൊട്ടാരം പോലെയുള്ള വീടാണ് CR നീലകണ്ഠനുള്ളത്. ഇവിടുത്തെ എല്ലാ ചാനലുകാരും വന്നിട്ടുള്ള ഒരു വീടാണ്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വീടാണ്. അതുമാത്രമല്ല, ഞാൻ മദ്യപാനിയാണ്, ഞാൻ കൊള്ളക്കാരനാണ്, കള്ളനാണ്. ആയിരക്കണക്കിന് കടന്നലെന്ന് ഇവർ പറയില്ലേ, ആയിരക്കണക്കിന് ആളുകൾ ഈ അൻവറിന്റെ ഒറ്റ ബലത്തിൽ എന്നെയും കാരശ്ശേരി മാഷയെയും അതുപോലെയുള്ള ആളുകളെയും നീചമായി ആക്രമിച്ചു. അതവിടെ നിൽക്കട്ടെ. നിയമലംഘനം അവിടെ ഉണ്ട് എന്നുള്ളത് ഹൈക്കോടതി വിധിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് 2-3 വർഷങ്ങളായിട്ടോ, ഇപ്പോഴൊന്നും ഈ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായ ഒരു സംഗതിയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത് കഴിഞ്ഞ മാസം അവസാനം ആണല്ലോ ഇത് പൊട്ടിക്കുന്നത്, ഈ മാസം ആദ്യം. ആ വെടി പൊട്ടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അല്ലെങ്കിൽ ഉപദേശകനായ രാഷ്ട്രീയ സെക്രട്ടറിയായ P ശശിക്കെതിരെയാണ്. അതുപോലെ ADGPക്കെതിരെയാണ്, കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. ADGPക്കെതിരെ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്താ? അവിടെയാണ് കാര്യം. അത് ADGP മറ്റു രീതിയിൽ അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ കൊല നടത്തുന്നു, അതൊക്കെ വേണി വേറെ ആളെ അന്വേഷിക്കും. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞില്ല അന്വേഷിക്കുന്നത്. പക്ഷെ ADGPക്കെതിരെയുള്ള ഏറ്റവും പ്രധാന ആരോപണം അതല്ല. 2 ഉന്നതരായ RSS നേതാക്കളെ ADGP നേരിൽ പോയി കണ്ടതായി ആ സംഭവം നടന്നു 1 വർഷത്തിന് മുമ്പ്, 1.5 വർഷത്തിന് മുമ്പ് നടന്നതായി പിറ്റേ ദിവസം തന്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിങ്ങൾ പോയി എന്ന് ചോദിച്ചില്ല. അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല. പിന്നെ അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും മറ്റാളുകളും പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ദത്താത്രേയെ കണ്ടു, അവരെ കണ്ടു എന്നൊക്കെ ഉള്ളത് വരുന്നത്. അപ്പോഴും പറഞ്ഞില്ല. ഇക്കാര്യം അൻവർ പറഞ്ഞിട്ട് 21ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനം നടത്തുന്നത് കഴിയുന്നത് വരെ CPMന്റെ ഒരാൾ പോലും ഒരു വാക്ക് അൻവറിനെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. ഒരാൾ പോലും. അപ്പൊ പ്രശ്നം അതൊന്നുമല്ല. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾ ഇതിന് പുറത്താണ്. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കടന്നലായാലും വേണ്ടില്ല, കാട്ടുപോത്തായാലും വേണ്ടില്ല, ആരെ ആക്രമിച്ചാലും വേണ്ടില്ല, അതിനൊക്കെ കൈയടിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു. അതാണ് പ്രധാന പ്രശ്നം. മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് വരെ അൻവറിനെ ഇവർ താങ്ങി. കാരണം പിന്നെയും അൻവർ എന്തെല്ലാം പറഞ്ഞു, അപ്പോഴൊക്കെ താങ്ങി. അപ്പൊ അദ്ദേഹം പറയുന്നത് പോലെ ഇനി പറയരുതെന്ന് പറഞ്ഞു, പിന്നെയും പറഞ്ഞു. അതൊന്നും അല്ല കാര്യം. മുഖ്യമന്ത്രി ടാർഗറ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് ഇവർ മാറിയത്. അതാണ് ഈ മുന്നണിയുടെ ഒരു കുഴപ്പം. ഇനി CPIയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം CPIക്ക് ബംഗാളിലെ അനുഭവം അറിയാം. വലിയേട്ടൻ പോയോടുകൂടി ചെറിയേട്ടന്റെ പൊടി കാണാനില്ല ബംഗാളിൽ. അപ്പോ ഇനി CPIക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം. കേരളത്തിൽ CPM പിന്നോട്ടടിക്കപ്പെട്ടാൽ CPIക്ക് നിലനിൽപ്പില്ല. പാരസൈറ്റ് ജീവിതം പോലെ നിൽക്കേണ്ടി വരും. ഇപ്പൊ 4 മന്ത്രിമാരും അതും ഇതൊക്കെ ഉണ്ടല്ലോ, കുറെ കോർപ്പറേഷനും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പോകുന്നവരെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇപ്പൊ CPIയുടെ MP എവിടെന്നാ? തമിഴ്നാട്ടിൽ നിന്ന് MP BJPക്കെതിരായി അതിശക്തമായി പോരാടുന്ന ഇന്ത്യ മുന്നണിയിൽ അംഗമാണ്, അതിലെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ അംഗമാണ് CPM അല്ല. അത് എന്തുകൊണ്ടല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് സുഖവാസത്തിന് പോയി. ആശുപത്രി പോകണേ എനിക്ക് മനസ്സിലാക്കാം.
കുടുംബസമേതം സുഖവാസിന് പോയി. BJPയെ CPM നേരിടുന്ന ഒരു മണ്ഡലത്തിൽ പോലും ഒരിടത്ത് പോലും പ്രസംഗിക്കാൻ പോയില്ല. തമിഴ്നാട്ടിൽ പോലും രാജസ്ഥാനിൽ പോലും ഇപ്പം അങ്ങനെയെങ്കിൽ ഒരിടത്ത് പോലും അടക്കം മുന്നോട്ട് വെക്കുകയും മറ്റ് പ്രതിപക്ഷം ഏറ്റുപിടിക്കുകയും ചെയ്ത ആ വിമർശനങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പൂരെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചക്കകത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് 5 മാസം 6 മാസമായി. ഇപ്പൊ ഇവിടെ റിപ്പോർട്ട്. പക്ഷെ അവിടെ ശ്രീ CR എനിക്കുണ്ടാകുന്ന ഒരു സംശയം, താങ്കൾ തന്നെ അല്പസമയം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് എന്ന് വ്യക്തമായപ്പോൾ മാത്രമാണ് അൻവറിനെ പടിക്ക് പുറത്താക്കുന്നത് എന്ന്. അപ്പോൾ ഈ RSS ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അജിത് കുമാർ RSS നേതാക്കളുമായി ഹൊസബിളിയും രാമാധവും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അത് പാർട്ടി അറിയാതെ പോകുമോ? അവിടെയാണ് പ്രശ്നം. ഇവിടെ പാർട്ടി ഇല്ല മാഷെ. പാർട്ടി എന്നൊരു സാധനമില്ല. ഞാൻ ചോദിക്കട്ടെ, മുമ്പൊക്കെ ആണെങ്കിൽ ഈ CPMന്റെ സ്ഥിതി എന്താ? CPMന്റെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇതിനു മുമ്പ് എത്ര മുഖ്യമന്ത്രിമാർ, സഖാവ് EMS മുതൽ സഖാവ് VS വരെയുള്ള ആളുകൾ ഭരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പാർട്ടിയാണ് അതിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. അവിടെയാണ് അൻവർ ആദ്യത്തെ വെടിപൊട്ടിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയണ്ട, പാർട്ടി സെക്രട്ടറി പറയണം, പാർട്ടി പറയണം അൻവർ ഇനി ഇത് വേണ്ട. 20 ദിവസം 21 ദിവസം അൻവറിന് അഴിഞ്ഞാടാൻ അവസരം കൊടുത്തത് എന്താ? ഈ തെറ്റ് മുഴുവൻ ചെയ്തു അൻവർ ഏതായാലും അൻവറിന്റെ തടയണയും അൻവറിന്റെ പാർക്കും അൻവറിന്റെ കയ്യേറ്റവും ഒക്കെ തെറ്റാണെന്ന് ഇടതുപക്ഷ സഖാവ് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. എനിക്ക് സന്തോഷം. കാരണം 3.5 വർഷമായി 3-4 വർഷമായി അതിന്റെ പിന്നാലെ നടന്ന് തെറി കേൾക്കുകയും അടികൊള്ളുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഇപ്പൊ കള്ളക്കടത്തുകാരനാണെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അൻവർ കള്ളക്കടത്തുകാരനാണെന്ന് പറയില്ല, കാരണം എനിക്കത് അറിയില്ല. മറ്റതൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരു അൻവറിനെ കൊണ്ടു നടന്ന, അദ്ദേഹം പറഞ്ഞതുപോലെ ചെറിയ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോട് മാറ്റാൻ കഴിയുന്ന ഒരു രോഗിയൊന്നും അല്ല അൻവർ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതറിയാൻ ഒരു കാര്യം ഈ പറഞ്ഞത് പറഞ്ഞോളൂ. ഈ കാര്യത്തിൽ അവിടെയാണ് അതിന്റെ പോയിന്റ്. അതാണ് പിണറായി വിജയനെതിരെ പറയുന്നവർക്ക് ഇതിൽ സ്ഥാനമില്ല. ബാക്കി നിങ്ങൾ RSS ബന്ധം പറഞ്ഞാലും കുഴപ്പമില്ല, ADGPയെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ മാറ്റുന്നില്ല. പിണറായി വിജയൻ ചേർത്ത് പിടിച്ചിരിക്കില്ലേ ADGPയെ, ചേർത്ത് പിടിച്ചിരിക്കില്ലേ ശശിയെ? അവിടെയാണ് പ്രശ്നം. അതിന് മറുപടി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഈ അന്വേഷണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി, രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം. അത് ഏത് DGP അന്വേഷിച്ചാലും കിട്ടുക. രാംമാധവനെയും ദത്തത്തുറയെയും കണ്ടത് രാഷ്ട്രീയമായി ശരിയാണോ എന്ന ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, അത് ശരിയാണ്. അതെന്തോ ഞാനൊരു ചുമതല ഏൽപ്പിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ നമുക്ക് എന്താ തലയ്ക്ക് സുഖല്ലേ? അപ്പൊ പ്രശ്നം മുഖ്യമന്ത്രിയുടെ മർമ്മത്തിൽ തൊടുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് വേദനിക്കുന്നത്. അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും വലിയ ദൗർബല്യവും എന്ന് ഞാൻ കാണുന്നു.